എല്ലാവർക്കും AJ ഇലക്ട്രിക് യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്ന ഒരു ടൈമറിനെ പറ്റിയാണ്. അതായത് നമ്മുടെ വീടുകളിൽ അല്ലെങ്കിൽ ഷോപ്പുകളിലൊക്കെ നമ്മൾ രാത്രി കാലങ്ങളിൽ പുറത്തേക്കുള്ള ലൈറ്റുകൾ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനൊക്കെ നിൽക്കണം. ചില സമയത്ത് നമ്മൾ മറന്നു പോകാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമയത്ത് നമുക്കൊരു ഫിക്സ് ടൈം അല്ലെങ്കിൽ 6 to 6 അല്ലെങ്കിൽ 6 to 10 വരെ അല്ലെങ്കിൽ ഷോപ്പ് അടയ്ക്കുന്ന ഒരു സമയം വരെ നമുക്ക് എന്ത് ചെയ്യണം, പുറത്തെ ലൈറ്റ് കത്തണം. അല്ലെങ്കിൽ ചില നമുക്കറിയാൻ പറ്റും, ചിലപ്പോൾ ഷോപ്പിൽ നിന്ന് നമ്മൾ പോയി ക്ലോസ് ചെയ്ത് വീട്ടിൽ ചെന്നപ്പോഴായിരിക്കും നമ്മൾ അറിയാൻ പറ്റുന്നത് നമ്മുടെ വീട് അല്ലെങ്കിൽ ഷോപ്പിന്റെ പുറത്തെ ലൈറ്റ് ഓഫ് ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനെ ഇതിനുള്ളൊരു പരിഹാരമായിട്ടാണ് നമ്മൾ ഈ ഒരു ടൈമറിനെ പറ്റി പരിചയപ്പെടുന്നത്. അപ്പൊ എങ്ങനെയാണ് ഈ ടൈമർ ഉപയോഗിക്കാം അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിന്റെ വയറിംഗ് വരുന്നത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാലോ. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതുപോലെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ പരമായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങൾ ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് നിങ്ങൾക്ക് ഈ ഫോട്ടോയിൽ കാണുന്നത് ഇത് നിങ്ങളുടെ വീടിന്റെ അല്ലെങ്കിൽ ഷോപ്പിന്റെ പുറത്തെ ഒരു ലൈറ്റ്. അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, എങ്ങനെയാണ് ഇതിൽ വയറിംഗ് ചെയ്യുന്നത്, ഈ ടൈമറിനെ പറ്റി ഒന്ന് പരിചയപ്പെട്ടാലോ. ഇത് വെമർ എന്ന് പറയുന്ന ഇറ്റലി എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ബ്രാൻഡിന്റെ ഒരു ടൈമറാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് വയറിംഗ് ചെയ്യുന്നത് നോക്കിയാലോ. അതിനായിട്ട് ഇതൊരു ഗ്ലാസ് കവർ വരുന്നുണ്ട്. നമ്മൾ ടൈം സെറ്റ് ചെയ്യുന്ന ശേഷം നമുക്ക് എന്ത് ചെയ്യാം, കവർ അടച്ചു വെക്കാം അല്ലെങ്കിൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കവർ ഉണ്ട്. ഓക്കെ, അതിനുശേഷം നമുക്ക് നോക്കാം ഇതിന്റെ വയറിംഗ് എങ്ങനെയാണ്. ആദ്യം നമുക്ക് താഴോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 5 ടെർമിനൽസ് കാണിക്കുന്നുണ്ട്. അപ്പൊ ആദ്യത്തെ ടെർമിനൽ എന്ന് പറയുന്നത് ലൈൻ, അത് നമുക്കൊരു സിംഗിൾ ഫേസ് ലൈൻ ഇവിടെ കൊടുക്കാം. ഇതൊരു ന്യൂട്രൽ. അപ്പൊ ഇതിലേക്കുള്ള പവർ സപ്ലൈ ആയിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ 3, 2, 1 എന്ന് കാണാൻ പറ്റും. അതായത് ഇവിടെ ഒരു റിലേ ആണ്. അപ്പൊ റിലേയുടെ 3 എന്ന് പറയുന്ന ടെർമിനൽ കോമൺ ആണ്. അത് 2ഉം 1ഉം എന്ന് പറയുന്നത് നമുക്ക് ഓൺ ഓഫ് ആവാനുള്ള നമ്മൾ ടൈം സെറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഈ റിലേ ഓപ്പറേറ്റ് ആവും. അപ്പോൾ നോർമലി ഓപ്പൺ ആവും അല്ലെങ്കിൽ നോർമലി ക്ലോസ് ആവും. അപ്പോൾ നമ്മൾ എന്താണ്, ഇവിടെ വേണം നമ്മൾ ലൈറ്റിന്റെ വയർ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഈ റിലേ വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കിയാലോ. അപ്പൊ നമുക്ക് അതിന് മുന്നേ ഇതെങ്ങനെ ടൈം സെറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കണം. അതായത് ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതിനൊരു ആരോ മാർക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ക്ലോക്ക് വൈസ് ഈ ഡയറക്ഷനിൽ മാത്രമേ ഇത് റൊട്ടേറ്റ് ചെയ്യാവുള്ളൂ, തിരിച്ച് കറക്കാൻ പാടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഒരു മെക്കാനിക്കൽ അത് ഡാമേജ് ആവാനുള്ള സാധ്യതയുണ്ട്. തിരിച്ച് കറക്കി കഴിഞ്ഞാൽ ഇന്റേണലി ഫോൾട്ട് ആവാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ നമുക്ക് ഓൾറെഡി കമ്പനി പറയുന്നുണ്ട് ഡയറക്ഷൻ ഇങ്ങനെ മാത്രമേ നമുക്ക് റൊട്ടേറ്റ് ആവുള്ളൂ. സപ്പോസ് സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സമയം കൂടിപ്പോയാലും നമുക്ക് ഒന്നും കൂടി ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതിനുശേഷം ഇവിടെ ഒരു ആരോ മാർക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെയാണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള സമയം കാണുന്നത്. ഇപ്പൊ നമുക്ക് നോക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടുത്തെ സമയം നമുക്ക് നോക്കാൻ പറ്റും 15 ആ ഒരു റേഞ്ച് വരുന്നതിന് ഉച്ച കഴിഞ്ഞ് ആഫ്റ്റർനൂൺ. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നും കൂടി ഒന്ന് റൊട്ടേറ്റ് ചെയ്യാം. ഇപ്പോൾ മോർണിംഗ് ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പോൾ 4 മണി, അതായത് ഏർലി മോർണിംഗ് 4 മണി അങ്ങനെയാണ് കണക്ട് ചെയ്തത്. 24 hours ഒരു ടൈമറാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് എന്ത്, ഇവിടെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്. അതായത് നിങ്ങൾ സമയമെല്ലാം ടൈമെല്ലാം സെറ്റ് ചെയ്തതിനു ശേഷം ഈ ഓട്ടോമാറ്റിക് മോഡിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 6 to 6 ആണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. 6 to 6 ഓട്ടോമാറ്റിക് നമ്മുടെ ലൈറ്റ് വർക്ക് ആവും, ഓഫ് ആവും. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. ഇത് ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഓൺ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഡയറക്റ്റ് കണ്ടിന്യൂസ് ഓൺ ആയിരിക്കണം എന്നുണ്ടെങ്കിൽ ഈ മോഡ് ഇങ്ങോട്ട് ഈ ഒന്നൊന്ന് കണ്ടോ, ഡയറക്റ്റ് ഓൺ ആയിട്ടിരിക്കും. നിങ്ങൾക്ക് ലൈറ്റ് ഒന്നും വേണ്ട എന്നുണ്ടെങ്കിൽ ഇതൊന്ന് റൊട്ടേറ്റ് ചെയ്ത് 0യിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഈ ലൈറ്റ് വർക്ക് ചെയ്യില്ല. ഓക്കെ, അപ്പൊ അതാണ് ഈ ഒരു ബട്ടൺ ഇവിടെ കൊടുത്തു വെച്ചിട്ടുണ്ട്. ഇനി അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ ഓൺ, അതുപോലെ ഓൺ 3-2 അല്ലെങ്കിൽ ഓൺ 3-1 എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അതുപോലെ നമുക്ക് എങ്ങനെയാണ് ടൈം സെറ്റ് ചെയ്യുക എന്നും കൂടി നമുക്ക് നോക്കേണ്ടതുണ്ട്. ഓക്കെ, ഇപ്പൊ ഞാൻ പറയുകയാണ്, നമുക്കിപ്പം അതിനുശേഷം മുന്നേ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ ഡിജിറ്റ്, അതായത് ഇത് എന്ന് പറഞ്ഞ ഒരു 15 മിനിറ്റ് ആയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അത് 1 മണിക്കൂറിന്റെ ഇടയിൽ അത് 4 പിന്നുണ്ട് ഇതുപോലത്തെ. അപ്പൊ നമ്മളത് പുഷ് ചെയ്ത് വെക്കും. ഇപ്പൊ ഞാൻ 2-3 പുഷ് ചെയ്ത് വെക്കാം. ഓക്കെ, ഇത് ഞാൻ പുഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന് മുന്നേ നമ്മൾ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് പഠിക്കേണ്ടല്ലോ. 3 എന്ന് പറയുന്നത് കോമൺ ആണ്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ കറക്റ്റ് ആയിട്ട് ഒരു ലൈൻ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഔട്ട്പുട്ട് ആണ് വേണ്ടത്, അതായത് ടൈമിനനുസരിച്ച് ഇത് വർക്ക് ആവണം. അപ്പൊ പുറത്തേക്ക് ഇപ്പൊ നിങ്ങൾക്ക് ഈ ഒരു പോർഷൻ മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. അതായത് പുറകോട്ടാണ് തള്ളിയിരിക്കുന്നത്. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഇതും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഓക്കെ, അതായത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ താഴെ വശത്തേക്ക് പ്രൊജക്ട് ചെയ്തിരിക്കുന്നത് ഓൺ ആണ്. അതായത് അങ്ങോട്ട് നിൽക്കുന്നത് ഓൺ ആണ്, ഇങ്ങോട്ട് നിൽക്കുന്നത് ഓൺ ആണ്. പക്ഷെ നമ്മൾ ടെർമിനൽ എങ്ങോട്ടേക്കാണെന്നുള്ളതാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. അതായത് 3-2, അതായത് 3 ഓൾറെഡി കോമൺ ആണ്. ഇങ്ങോട്ടേക്ക് പ്രൊജക്ട് ചെയ്തിരിക്കുന്നത് ഈ ഒരു ടൈം ഡ്യൂറേഷനിൽ, അതായത് നമ്മുടെ ക്ലോക്കിൽ ഈ ഒരു ഏരിയ എത്തുമ്പോൾ 3-2 ഈ 2 വഴിയായിരിക്കും നമ്മുടെ ഔട്ട്പുട്ട് വരിക. അതേസമയം ക്ലോക്ക് റൊട്ടേറ്റ് ചെയ്തിട്ട് നമ്മുടെ
ഈ ഒരു ഏരിയയിലിട്ട് എത്തുന്നെങ്കിൽ നമ്മുടെ അകത്തോട്ട് പ്രൊജക്ട് ചെയ്യുന്ന ആ ഒരു ഏരിയ ഉണ്ടല്ലോ, ആ ടൈം എന്ന് പറയുന്നത് 3:1, അതായത് 1-ലായിരിക്കും അതിന്റെ ഔട്ട്പുട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ടൈം സെറ്റ് ചെയ്യാൻ പഠിച്ചല്ലോ. ഇനി നമുക്ക് വേണമെങ്കിൽ ഒന്ന് 6 മണിക്കൂർ അല്ലെങ്കിൽ ഇതിന്റെ ഇടയ്ക്ക് ഒരു 6 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ, അതായത് നമുക്ക് മിനിമം 15 മിനിറ്റ് ആണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഒരു പിന്ന് എന്ന് പറയുന്നത് 15 മിനിറ്റ് ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം ഇതിന്റെ വയറിംഗ് ഒന്ന് ചെയ്യാം. വയറിംഗ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് പ്രാക്ടിക്കലായിട്ട് ചെയ്ത് നോക്കാം ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. അതിനായിട്ട് നമ്മുടെ ടൈമറിലേക്കുള്ള മെയിൻ പവർ സപ്ലൈ, അതായത് ഒരു ന്യൂട്രൽ ലൈനും ഒരു ഫേസ് ലൈൻ, അത് 230 സപ്ലൈ, അതാണ് കമ്പനിയോട് മെൻഷൻ ചെയ്തിട്ടുണ്ട് അതിന്റെ ഇൻപുട്ട് സപ്ലൈ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു വയറിംഗ് കൊടുക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാനൊരു ന്യൂട്രൽ ലൈനും ഒരു ഫേസ് ലൈനും അത് 230 സപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട ഡ്രോയിങ് പ്രകാരം 3 എന്ന് പറയുന്നത് നമ്മുടെ ഒരു കോമൺ ആണ്. അപ്പൊ നമ്മളൊക്കെ എന്ത് ചെയ്യണം, ഈ ഫേസ് ലൈൻ ഇവിടെ നമുക്ക് സപ്ലൈ ഉണ്ട്, ഈ സപ്ലൈ ഒരു സപ്ലൈ കറക്റ്റ് 3-ലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, കോമൺ ആയിട്ട് ലിങ്ക് ചെയ്യാം. അതിനായിട്ട് ഞാനൊരു ലിങ്ക് വയർ കൊടുക്കാൻ പോവുകയാണ്. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ ഇവിടുന്ന് ഒരു ഫേസ് ലൈൻ, അതൊരു ലൈൻ കോമൺ ആയിട്ട് എടുത്തിട്ട് ഞാൻ ഈ 3 എന്ന് പറഞ്ഞ ടെർമിനൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കൺട്രോൾ വയറിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരു ലൈറ്റ്, അതായത് നമ്മുടെ വീടിന്റെ പുറത്തെ ഒരു ഷോപ്പിലെ ഒരു ലൈറ്റ്, സീരീസ് ആയിക്കോട്ടെ കുഴപ്പമില്ല, സിമ്പിൾ ആയിട്ട് ഞാൻ ഒരെണ്ണം എടുത്തിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ഈ ലൈൻ എന്ന് പറഞ്ഞാൽ 230 ഒരു ലൈറ്റ് ആണ്, അതിന്റെ ഒരു ന്യൂട്രലും ഉണ്ട്, ഒരു ഫേസ് ലൈനും ഉണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ടൈമറിലേക്ക് കണക്ട് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ലൈറ്റിന്റെ ഒരു ന്യൂട്രൽ വയർ ഇവിടെ ഓൾറെഡി ന്യൂട്രൽ നമുക്ക് വന്നിട്ടുണ്ടല്ലോ, ഈ N എന്നുള്ള എഴുതി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ന്യൂട്രൽ ലൈൻ ഇവിടെയും കണക്ട് ചെയ്യാം, ഫേസ് ലൈൻ നമുക്ക് 2-ലോ 1-ലോ നമുക്ക് കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ ന്യൂട്രൽ വയറും അതുപോലെ നമ്മുടെ ഫേസ് ലൈൻ ഒരു 2-ലും കണക്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ വയറിംഗ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ലൈറ്റിന്റെ ലൈൻ 2 ലൈൻ ഉണ്ട്, ഒരു ലൈൻ ഞാൻ ന്യൂട്രൽ കോമൺ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, ഫേസ് ലൈൻ അത് ബൾബിന്റെ ഒരു ലൈൻ ഞാൻ 2-ൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ വയറിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്കപ്പോൾ സപ്ലൈ ഒന്ന് ഓൺ ചെയ്യാം, അതിനുശേഷം സെറ്റ് ചെയ്ത് നോക്കാം ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പൊ ഞാൻ പവർ സപ്ലൈ ഓൺ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ലൈറ്റ് ഒന്നും കാര്യമായിട്ട് കത്തുന്നില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ ഡയറക്റ്റ്ലി ഇത് ഓൺ ചെയ്തിട്ട് നമ്മുടെ ലൈറ്റ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. ഇപ്പൊ 0 കണ്ടീഷനിലാണ് ഇരിക്കുന്നത്, അതായത് 3 സ്റ്റേറ്റ് ഉണ്ട് ഇവിടെ, ഒന്ന് ഓഫ് കണ്ടീഷൻ, ഒന്ന് ഓണ്, അടുത്ത കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഓട്ടോമാറ്റിക് മോഡാണ്. ഇത് ഓഫിലാണ് ഉള്ളത്, അതുകൊണ്ടാണ് നമ്മുടെ ലൈറ്റ് ഇപ്പോൾ കത്തുന്നത്. നമുക്ക് ഡയറക്റ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കിയാലോ. യെസ്, ഇപ്പൊ ടൈമർ ഒന്നും ഇല്ല, നമ്മൾ ഡയറക്റ്റ് ഓൺ ചെയ്തിട്ടുണ്ട്, അത് നമ്മുടെ ലൈറ്റ് ഓൺ ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഓട്ടോമാറ്റിക് മോഡിലേക്ക് ഇട്ട് നോക്കിയാലോ. യെസ്, ഓട്ടോമാറ്റിക്കിലാണ്. ഓക്കെ, ഓട്ടോമാറ്റിക് മോഡിൽ ഇടുമ്പോൾ നമ്മുടെ ലൈറ്റ് ഒന്നും ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. ഇനി നമുക്ക് സെറ്റ് ചെയ്യേണ്ടത്, അതായത് ഇപ്പൊ ഞാൻ ഈ വയർ 2-ലാണ് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. 2-ലാകുമ്പോൾ നമ്മുടെ കണ്ടീഷൻസ് എങ്ങനെയാണ്, അതായത് 3 കോമൺ ആണല്ലോ, അപ്പൊ നമുക്ക് 2 അല്ലെ 1-ന്നാണ് നമുക്ക് സപ്ലൈ വേണ്ടത്. പക്ഷെ ഞാൻ എന്റെ ലൈറ്റ് കണക്ട് ചെയ്തിരിക്കുന്നത് 2 എന്ന് പറയുന്ന ടെർമിനലിലേക്കാണ്, റിലേയുടെ. ഓക്കെ, ആ സമയത്ത് നമുക്ക് 3-2, അതായത് നമ്മുടെ ഈ പുറത്തേക്ക് പ്രൊജക്ട് ചെയ്തിരിക്കും. ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും കുറെ എണ്ണം അകത്തോട്ട്, കുറെ എണ്ണം പുറത്തോട്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് എക്സാമ്പിൾ ആയിട്ട് ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് മാനുവലി മൂവ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ കാണാൻ പറ്റും, അതായത് പുറത്തേക്ക് പ്രൊജക്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഇവിടം തൊട്ട് ഈ ഒരു ഏരിയ വരെ നമ്മുടെ അകത്തേക്കാണ് പ്രൊജക്ട് ചെയ്തിട്ടിരിക്കുന്നത്. ഇനി ഔട്ടർ ആണെങ്കിൽ നമ്മുടെ 2-ലേക്ക് റിലേ വരും. ഞാൻ ജസ്റ്റ് ഒന്ന് മാനുവലി സ്ക്രോൾ ചെയ്യുവാണ്. ഇതാണ് നമ്മുടെ ടൈം കറക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, അതായത് ടൈം ഇവിടെയാണ് കൗണ്ട് ചെയ്യുന്നത്. അതിനോട് ഒരു ആരോ മാർക്ക് കൊടുത്തു വെച്ചിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്യണം, ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് ഈ ഒരു ടൈമിൽ എത്തിയതിനു ശേഷം നമ്മുടെ ടൈം, അതായത് ടൈം സെറ്റ് ആയിട്ടുണ്ട്, നമ്മുടെ പുറത്തെ ലൈറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് ഇവിടം തൊട്ട് ഇവിടം വരെ, അതായത് ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞാൻ സ്ക്രോൾ ചെയ്യുക, അത്രയും നമ്മുടെ പുറത്തേക്കാണ് പ്രൊജക്ട് ചെയ്തിരിക്കുന്നത്. അകത്തേക്കാണെങ്കിൽ ആ സമയത്ത് ഓഫ് ആവും. ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്യാം. ഓക്കെ, അതായത് അകത്തേക്ക് പ്രൊജക്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ 3 and 1-ലായിരിക്കും നമ്മുടെ ഔട്ട്പുട്ട് വരിക. ഇപ്പൊ നമ്മുടെ വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ 2-ലാണ്. ഓക്കെ, 1-ലേക്ക് ഔട്ട്പുട്ട് ഇല്ല. അതിനുശേഷം നമുക്ക് നോക്കാം, അകത്തേക്ക് പ്രൊജക്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ലൈറ്റ് ഓഫ് ആവും. ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടം തൊട്ട് ഈ ഒരു ടൈം വരേക്കും നമ്മുടെ ഓഫ് പൊസിഷനാണ്, നോക്കിക്കോണേ. അതിനുശേഷം പുറത്തോട്ട് പ്രൊജക്ട് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഓക്കെ. യെസ്, അപ്പൊ നമുക്കൊന്ന് ടൈം ഒന്ന് സെറ്റ് ചെയ്താലോ, ഒരു 6 തൊട്ട്
6 വരെയോ അല്ലെങ്കിൽ 4 തൊട്ട് 4 വരെയോ, ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് വെക്കുവാണ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് സെറ്റ്. സിമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ലൈറ്റ് കത്തിക്കൊണ്ടായിരിക്കണം. അതായത് നമ്മുടെ എല്ലാ പിന്നും പുറത്തേക്കാണ് പ്രൊജക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്കൊന്ന് ഇപ്പൊ നമ്മുടെ സമയം 1 മണിയാണ്, നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും ഇവിടെ 1, അതുപോലെ നമുക്ക് ക്ലോക്ക് പോലെയും കാണാൻ പറ്റും 1 മണി. നമുക്ക് ഒരു 6 തൊട്ട് അല്ലെങ്കിൽ 10 വരെ നമുക്കൊന്ന് സെറ്റ് ചെയ്താലോ. അതായത് 6 എന്ന് പറയുന്നത് നമ്മുടെ ഇവിടം തൊട്ടാണ് സ്റ്റാർട്ട് ആവുന്നത്. അതായത് ഒരു പിന്നെന്ന് പറയുന്നത് നമ്മുടെ 15 മിനിറ്റ് ആണ്. അപ്പൊ 6 തൊട്ട് 10 വരെ. ഇപ്പൊ ഞാൻ എക്സാമ്പിളിന് വേണ്ടിയിട്ട് 6 തൊട്ട് 10 വരെ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ കാരണം നമ്മൾ വയറിങ് ഇങ്ങനെയാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പുറത്തേക്കുള്ളത് നമ്മുടെ ഓണും അതുപോലെ അകത്തേക്കുള്ളത് ഓഫ്. അപ്പൊ 6 തൊട്ട് 10 വരെ നമ്മുടെ ലൈറ്റ് എന്ത് ചെയ്യണം, ഓഫ് ആവണം. അപ്പൊ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്യാം. അതായത് ഇവിടെയാണ് നമ്മുടെ ടൈം കൗണ്ട് ചെയ്യുന്നത്. ഓക്കെ, ഇതിപ്പോ ഞാൻ ജസ്റ്റ് മാനുവലി ഇങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട് സ്ക്രോൾ ചെയ്യുന്നത്, ഇത് ഓട്ടോമാറ്റിക്കലി റൺ ആവും. ഓക്കെ, അതായത് ഇപ്പൊ എത്തുന്നുണ്ട്, കാണാൻ പറ്റും. അതായത് 6 മണി തൊട്ട് നമ്മുടെ 10 മണി വരെ. അതായത് ഞാൻ ജസ്റ്റ് ചുമ്മാ ഇത് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്, ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട് എങ്കിൽ പോലും എക്സാമ്പിൾ ആയിട്ട്. ഇനി നമ്മുടെ 10 മണിക്ക് ശേഷം നമ്മുടെ ലൈറ്റ് ഓൺ ആവുള്ളൂ. ഞാൻ ഒന്ന് റൊട്ടേറ്റ് ചെയ്യുവാണ്, ജസ്റ്റ് ഒന്ന് ഓൺ ആയി വരുന്നുണ്ട്. യെസ്, ഇപ്പോൾ ഒരു 10:15 റേഞ്ച് ഞാൻ ഒരു പിന്നെ കൂടുതലാണ് കൂട്ടി വെച്ചിരിക്കുന്നത്, കാണാൻ പറ്റും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെയാണ് ടൈം സെറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്തൊരു ഉപയോഗമുണ്ട്. അതായത് നമുക്ക് 2 മോട്ടറുകൾ നമ്മുടെ വീടുകളിലോ അല്ലെങ്കിൽ ഓഫീസിലോ കമ്പനിയിലൊക്കെ നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നമുക്കൊരു മോട്ടോർ ബൈ സ്റ്റാൻഡ് എപ്പോഴും വേണം. പക്ഷേ ഈ 2 മോട്ടോർ ഒരേ സമയം ഓടിയാലും അല്ലെങ്കിൽ ഒരെണ്ണത്തിന് റെസ്റ്റ് വേണം, നമ്മളതിൽ മാനുവലി ഓഫ് ചെയ്യണം, ഓൺ ചെയ്യണം. ഇതാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 6 മണിക്കൂർ ഒരു മോട്ടോർ ഓടണം, അല്ലെങ്കിൽ 4 മണിക്കൂർ 3 മണിക്കൂറോ ഒരു മോട്ടോർ ഓടണം. അതിനുശേഷം അടുത്ത 3 മണിക്കൂർ അടുത്ത മോട്ടോർ ഓടണം. അതിനായിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതൊരു മോട്ടറായിട്ട് സങ്കല്പിക്കുക, അതുപോലെ ഇതൊരു അടുത്ത മോട്ടർ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ വയറിംഗ് കൂടെ നമുക്ക് നോക്കിയാലോ എങ്ങനെയാണെന്നുള്ളത്. അതിനായിട്ട് ഞാൻ പവർ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതൊരു മോട്ടർ നിങ്ങൾ സങ്കല്പിക്കുക. അപ്പൊ അതിന് കൊണ്ട് ഒരു ഫേസ് ലൈനും ന്യൂട്രൽ ലൈനും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ന്യൂട്രൽ ഒരു കോമൺ ഇവിടെ നമുക്ക് കൊടുക്കാം. അതിനുശേഷം ഈ 1 എന്ന് പറയുന്ന ടെർമിനൽ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത മോട്ടറിന്റെ ഒരു വയർ കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ 2 മോട്ടറിന്റെയും അതായത് വയർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് റിലേ അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ഒരു കാരണവശാലും മോട്ടർ നമുക്ക് ഈ ടൈമറിൽ കൊടുക്കാൻ പാടില്ല. നമുക്ക് ജസ്റ്റ് ഒരു കമാൻഡ്, അതായത് ഒന്നുകിൽ റിലേ അല്ലെങ്കിൽ കോണ്ടാക്ടറിലേക്ക് കൊടുക്കാവുള്ളൂ. അതായത് ഓവർലോഡാണ്, അതായത് മില്ലി ആംസ് അല്ലെങ്കിൽ 2 ആംസ് ആണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ ഒരു റേഞ്ചിൽ മാത്രമേ നമുക്ക് ഇതിനകത്ത് ലോഡ് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ഈ കാണുന്ന റിലേയുടെ ഇൻപുട്ട് നമുക്ക് കോണ്ടാക്ടറിലോ അല്ലെങ്കിൽ ഒരു ലൈറ്റിലേക്കൊക്കെ നമുക്ക് കൊടുക്കാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, സപ്ലൈ ഒന്ന് ഓൺ ചെയ്തതിനു ശേഷം നമുക്ക് ഇതൊന്ന് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. അതിനായിട്ട് ഞാൻ പവർ ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് 2 മോട്ടറായിട്ട് നമ്മൾ സങ്കല്പിക്കുക. ഇപ്പൊ ഒരു മോട്ടർ കണ്ടിന്യൂസ് ഓടിക്കൊണ്ടിരിക്കുകയാണ്, അടുത്ത മോട്ടർ ഓഫ് ആണ്. അതിനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3-2, അതായത് 2 എന്ന് പറയുന്ന കണക്ഷനിൽ നമുക്ക് ഇപ്പൊ നമ്മുടെ ക്ലോക്ക് നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ടറിലേക്ക് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നത്, അതായത് 3-2. അപ്പൊ രണ്ടാമത്തെ ലൈറ്റ് മീൻസ് രണ്ടാമത്തെ ടെർമിനലിൽ നിന്നാണ് നമ്മുടെ കണക്ഷൻ പോകുന്നത്. അതായത് അത് ഇവിടം വരെ നമുക്ക് ഫുൾ ബാക്കിയുണ്ട്, ഇത് മൊത്തം. അതിനുശേഷം അകത്തോട്ടേക്ക് പ്രൊജക്ട് ചെയ്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ 1 എന്ന് പറയുന്ന ഡയറക്ഷനിൽ നമുക്ക് അടുത്ത മോട്ടർ വേണം. അപ്പൊ നമുക്ക് കാണാൻ പറ്റും, ഞാൻ കാണിച്ചു തരാം. യെസ്, ഇപ്പൊ നമുക്ക് അകത്തേക്ക് പ്രൊജക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നോക്കിയാണ്. യെസ്, അടുത്ത മോട്ടർ നമുക്ക് കാണാൻ പറ്റും. അടുത്ത മോട്ടർ നമ്മുടെ റൺ ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെ ടൈം സെറ്റ് ചെയ്യാൻ പറ്റും. അതായത് 3 മണിക്കൂർ ഈ മോട്ടർ ഓടണം, അല്ലെങ്കിൽ 3 മണിക്കൂർ ഇത് ഓടണം. അതുപോലെ നമ്മുടെ ഷോപ്പുകളിലെ ലൈറ്റ് 6 തൊട്ട് 10, ഇതൊരു 24 hours ടൈമറാണ്. ഒന്നും കൂടെ ഞാൻ പറയുകയാണ്, അതായത് നമ്മുടെ ഒരു പിന്ന് എന്ന് പറയുന്നത് 15 മിനിറ്റ് ആയിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എങ്ങനെയാണ് ടൈമർ സെറ്റ് ചെയ്യണത്, നമുക്ക് സിമ്പിൾ ആയിട്ട് വീടുകളിലൊക്കെ ഉപയോഗിക്കാവുന്ന ഒരു ടൈമറാണ്. അത് അധികം കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല, സിമ്പിൾ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇനിയിപ്പം ഞാൻ കാണിച്ചിരുന്നു. നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് ഇപ്പം ജസ്റ്റ് ഒന്ന് ഞാൻ ഡയൽ ചെയ്യുവാണ്. അടുത്ത മോട്ടർ ഓടി, അതിനുശേഷം അടുത്ത മോട്ടർ ഓടി. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻസ് ആയിട്ട് അറിയിക്കുക.